ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ്. തീർത്ഥാടകരുടെ തിരക്ക് വർധന പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും സുഖദർശനം സാധ്യമാകുമെന്നും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ക്ഷേത്ര നട തുറക്കും. മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നിലവിൽ വെർച്വൽ ക്യൂ വഴി 70,000 തീർത്ഥാടകർക്കാണ് പ്രതിദിനം പ്രവേശനം. സ്പോട്ട് ബുക്കിംഗ് സംഖ്യയിൽ നിയന്ത്രണമില്ല. സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ വർധനവ് പ്രതീക്ഷിച്ചുള്ള തയ്യാറെടുപ്പുകളാണ് ശബരിമലയിൽ പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. ഇപ്പോൾ തന്നെ സ്ലോട്ടുകൾ 70,000 വെച്ചുള്ളതൊക്കെ ഏതാണ്ട് ഫില്ല് ചെയ്ത് കിടക്കുകയാണ് എല്ലാ ദിവസങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിന് വേണ്ട എത്തിച്ചേരുന്ന ആളുകൾക്ക് ഇവിടെ ഒരു ആത്മസംതൃപ്തിയോടെ അല്ല സുഖദർശനത്തിന് ശേഷം മലയിറങ്ങുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അതെല്ലാം തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുന്നത്. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന ദീപങ്ങൾ തെളിയിക്കും. തുടർന്ന് ആഴിയിൽ അഗ്നി പകർന്നതിന് ശേഷം തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. ജനുവരി 14-നാണ് മകരവിളക്ക്. 19 വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. 20-ന് രാവിലെ പന്തളം രാജാവിന് മാത്രമാണ് ദർശനം. പന്തളം രാജാവ് ദർശനം നടത്തിയ ശേഷം ക്ഷേത്രനട അടയ്ക്കും. അതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാവും. ന്യൂസ് മലയാളം, സന്നിധാനം.